അച്ഛന് ഇത്ര സുഖമില്ലാതിരുന്നിട്ടും എന്തിനാ പോയത്? എന്ത് ചെയ്യാൻ മോളെ, തിരുമേനി ആളെ പറഞ്ഞയച്ചാൽ പോവാതിരിക്കാൻ പറ്റുമോ? അവിടുന്ന് കിട്ടുന്ന എന്തെങ്കിലും കൊണ്ടല്ലേ ഈ കുഴപ്പം കഴിഞ്ഞു പോകുന്നത്. മോനെ, ഉണ്ണി, നീ എത്ര നേരം എവിടെയായിരുന്നു? ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു യോഗം ഉണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞു നീ കഴിഞ്ഞ ദിവസം ഇന്നത്തെ നമ്പൂതിരിമാർക്കെതിരെ കവലയിൽ എന്തോ അനാവശ്യം പറഞ്ഞു തന്നു. അമ്മേ, അത് അനാവശ്യമല്ല, ആവശ്യങ്ങളാണ് പറഞ്ഞത്. അത് അനാവശ്യമാണെന്ന് നമ്പൂതിരിമാർക്ക് തോന്നും. അച്ഛനോട് ഇതിന് ചെവി കൊടുക്കരുതെന്ന് പറയും. നിന്റെ ഈ പോക്ക് എങ്ങോട്ടാണ് മോനെ? ഇല്ലത്തുള്ളവരെ വെറുപ്പിച്ച് നമുക്ക് ഒന്നും വേണ്ട. അവരുടെ ഉപ്പും ചോറും കഴിച്ചാണ് നമ്മൾ വളർന്നത്. അത് നീ മറക്കരുത്. വെറുതെ ആരും ഒന്നും തന്നിട്ടില്ല. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അച്ഛൻ അവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടാണ് അവർ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂലിയായിട്ട് നോക്കണം. നിന്നോട് ഞാൻ തർക്കിക്കുന്നില്ല. നിനക്ക് ഇല്ലത്തൊരു ജോലി തരാമെന്ന് തമ്പുരാൻ പറഞ്ഞതല്ലേ, നീ അതനുസരിച്ചു. ജോലി തമ്പുരാക്കന്മാരുടെ പുറകെ വാലാട്ടി നടക്കാൻ എന്നെ കിട്ടില്ല. ഞാനും എന്റെ പാർട്ടിയും ശ്രമിക്കുന്ന ഇവരിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തിനാണ്, ഈ അടിമത്തത്തിൽ നിന്നുള്ള മോചനത്തിനാണ്. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചേട്ടാ, ഞാൻ പറഞ്ഞ കാര്യം ചേട്ടൻ മേടിച്ചോ? ഞാനത് മറന്നുപോയി മോളെ. അല്ലെങ്കിൽ ചേട്ടൻ ഇങ്ങനെയാ, ഞാൻ എന്ത് പറഞ്ഞാലും ചേട്ടൻ മറന്നത്. ക്ഷമിക്കും മോളെ, ഞാൻ ഇന്ന് നിശ്ചയമായി നിനക്ക് കൈകളെയും ചന്തും മേടിച്ചു. എന്താ ചേട്ടനോ മനിയത്തിയും തമ്മിൽ? വരുമോ അമ്മേ? അമ്മാവൻ വന്നിരിക്കുന്നു. ചേട്ടനെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. പാടത്ത് മുഴുവൻ നടക്കുകയല്ലേ, നല്ല തിരക്കായിരുന്നു. ഇതെടുത്ത അകത്തേക്ക് വെച്ചോ. ചേട്ടത്തേക്കും കൂടെ വരായിരുന്നു. അവൾക്ക് അത്ര സുഖമില്ല. എന്നാ ചേട്ടന് ചായ എടുക്കാം. നിനക്ക് അവിടെ വരെ ഒന്ന് ഇറങ്ങാൻ പാടില്ലായിരുന്നോ? കുറച്ച് തിരക്കിലായിരുന്നു അമ്മാവ്. ഞാൻ അറിയുന്നുണ്ട് നിന്റെ തിരക്കൊക്കെ. വെളിമ്പുറം പാടത്ത് വിത്തിറക്കാൻ നീയും നിന്റെ ആൾക്കാരും സമ്മതിച്ചില്ല എന്നറിഞ്ഞു. വെളിപ്പുറത്ത് തിരുമേനി കഴിഞ്ഞ കൊയ്ത്തുകാലത്ത് തൊഴിലാളികളോട് കാണിച്ച നെറിയുടെ അമ്മാവൻ അറിഞ്ഞതല്ലേ. അവർക്ക് അവകാശപ്പെട്ട നെല്ലോ കൂലിയോ ഒന്നും തന്നെ കൊടുത്തില്ല. അത് ഇനി ആവർത്തിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. പാടത്തും വരവത്തും പണിയെടുത്ത് തളരുന്നത് തമ്പുരാക്കന്മാരെ മാത്രം നന്നാക്കുവാനല്ല, അധ്വാനിക്കുന്നവർക്കും കൂടി അതിന്റെ മെച്ചം കിട്ടും. നീ കളിക്കുന്നത് ആരാണ് നോക്കുകയാണോ? ആർത്തരത്തും അധികാരമുള്ള ഒരു സമുദായത്തോടാണ്. അമ്മാവൻ ഒന്ന് മനസ്സിലാക്കണം, ഈ സമുദായത്തിന് ഈ അധികാരം സമ്പത്ത് എങ്ങനെ ലഭിച്ചുവെന്ന്. 15-16 നൂറ്റാണ്ടുകളിൽ ഇവിടെ ഭരിച്ചിരുന്ന നാട്ടുരാജാക്കന്മാർ ഈ ഉന്നത സമുദായത്തിൽപ്പെട്ട ഇവരെ അവർ ഉപാസിച്ചിരുന്ന ദേവന്മാരുടെ പ്രതിപുരുഷന്മാരായിട്ടാണ് കണ്ടിരുന്നത്. ഈ ഉന്നത സമുദായത്തിൽപ്പെട്ടവർക്ക് സമ്പത്തും എല്ലാം നൽകി. പക്ഷെ അവർ ചെയ്തതോ, അവർക്ക് കിട്ടിയ സ്ഥലങ്ങൾ പാട്ടത്തിന് കൊടുത്തും കീഴ് സമുദായക്കാരെ കൊണ്ട് അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും ചെയ്തു. അത് മാത്രമാണ് അവർ ചെയ്തത്. പാതിരാത്രികളിൽ തമ്പുരാക്കന്മാരുടെ കഥയിലുള്ള മുട്ടൽ കേട്ട് പേടിച്ചു കിടന്ന സ്ത്രീ സമൂഹത്തിന്റെ മേഖലകളോ എല്ലാം പറഞ്ഞിട്ടും പ്രതികരിക്കാൻ പോലും കഴിയാതെ ഒരു സമുദായത്തിലെ പുരുഷ സമൂഹത്തിന്റെ വീടുകളും കേട്ടില്ല മരിച്ചു. ഈ പറഞ്ഞ കാര്യങ്ങൾ ശരി തന്നെ. പക്ഷെ ഇപ്പോൾ പഴയ ഒരു അവസ്ഥയല്ലല്ലോ. ശരി, സമ്മതിച്ചു. ഈ സമുദായത്തിൽപ്പെട്ടവർ വിദ്യകൾ അഭ്യസിക്കാനും പ്രതികരിക്കാനും തുടങ്ങിയപ്പോൾ കുറച്ചൊക്കെ അവർക്ക് മുട്ടുമടക്കേണ്ടി വന്നു. ഞാൻ നിന്നോട് തർക്കിക്കാൻ വരുന്നില്ല. പക്ഷെ നീ എന്ത് പ്രവർത്തിച്ചാലും നിന്റെ കുടുംബവും കൂടി അതിന്റെ ദുരവസ്ഥ അനുഭവിക്കേണ്ടി വരും എന്ന് നീ മറക്കരുത്. എന്നാൽ ഇനി ഞാൻ ഇറങ്ങട്ടെ. ശരിയല്ലോ. സിബന്ധിക എത്താൻ ഇത്ര വൈകിയത് എന്താണെന്ന് ആലോചിക്കുകയായിരുന്നു. മക്കളെ, നിങ്ങൾക്ക് വേറെ ഒരു പണിയും ഇല്ലാത്തതുകൊണ്ടാണോ ഇവന്റെ പുറകെ വാലുപോലെ നടക്കുന്നത്? അമ്മേ, ഇവരൊക്കെ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരാണ്. മോളെ, നമുക്ക് അകത്തേക്ക് പോവാം. കൂട്ടുകാരെ, നമ്മൾ വളരെ കരുതിയിരിക്കേണ്ട സമയമാണ്. അതിനൊക്കെ നമ്മൾ ശക്തമായി നേരിടണം. വെളിയമ്പാടം പാടശേഖരത്തിലേക്ക് നമുക്ക് പോകണം. അവിടെ നമ്പൂതിരി വിത്തിറക്കം പുറത്തുനിന്ന് പണിക്കാരെ കൊണ്ടുവരുന്ന പരിപാടിയാണ്. നമുക്കതിനെ എതിർക്കണം. നമുക്ക് അങ്ങോട്ട് നീങ്ങാം.
എന്ത് പറ്റി? എന്താ ഇങ്ങനെ ഒഴിവാക്കുന്നത്? മുഖമാകെ വല്ലാതെ ഇരിക്കുന്നവരോ? എന്താ എന്ത് പറ്റി? ഇന്നലെ തൊഴിലുറപ്പിൽ ഒരു കാര്യം പറഞ്ഞു. എന്താ സംശയം പറഞ്ഞത്? നമ്മുടെ മോളെ കാര്യം വെച്ച് കണ്ടിരിക്കുന്ന ആ തിരുമേനിക്ക് മോളെ വല്ലാതെ ബോധിച്ചിരിക്കുന്നതെന്ന്, അയാൾക്ക് നമ്മുടെ കൂടെ കൊടുക്കാൻ താല്പര്യമുണ്ടെന്ന്, എത്രയും വേഗം അതിന്റെ കാര്യങ്ങൾ വെക്കാനാണ് അയാൾ പറയുന്നത്. 70 വയസ്സ് കഴിഞ്ഞ അയാളുടെ ഒരു ആഗ്രഹം. സ്വന്തം പേരക്കുട്ടി ആകാനുള്ള പ്രായമല്ലേ അവർക്കുള്ളൂ. ഇല്ല, എന്റെ മോളെ ഞാൻ അയാളുടെ മുമ്പിൽ ഇട്ടുകൊടുക്കില്ല. ബാലു, ഞാൻ എന്ത് ചെയ്യും? എന്റെ മോൾക്ക് അച്ഛന്റെ പ്രായത്തിലും കൂടുതലുള്ള ഒരാളെ കൊണ്ട് ഉടവ് കൊടുപ്പിക്കുക. ഈ അച്ഛൻ എങ്ങനെ സഹിക്കും മോളെ? ഇല്ല, ഞാനതിന് സമ്മതിക്കില്ല. എന്റെ കൊക്കിന് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാനതിന് സമ്മതിക്കില്ല. മോളെ, എല്ലാവരും വളർത്താനും അധികാരമുള്ളവരാണ് അവർ. അവർ പറഞ്ഞാൽ അനുസരിക്കുക എന്നല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? സൂര്യൻ തിരുമേനി എന്നുള്ളയിരിക്കുന്നു. അടിയന്റെ അടുത്തേക്ക് വരാനുള്ള വിശേഷം എന്താണോ? വിശേഷം പാനോട് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, അതുകൊണ്ട് കിട്ടിയില്ല. അത് തിരുമേനി അച്ഛനോട് പറഞ്ഞാൽ നടക്കില്ല. ഇല്ലത്തെ അമൃതജനങ്ങൾ അകത്തിരുത്തിക്കൊണ്ട് നാട് മൊത്തം പുറകോട്ട് നടക്കുന്ന നിങ്ങളുടെ കാരണവന്മാർ തുടങ്ങി വെച്ച ശീലം നിങ്ങൾ തുടരുകയാണോ? സ്ത്രീകളെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കടിച്ചു തുപ്പിക്കളയാവുന്നല്ല, മാന്യമായ അഭിമാനത്തോടുകൂടി ജീവിക്കുന്നവരാണ്. അവരെ ഈ സ്ത്രീ സമൂഹത്തിൽ നിങ്ങളുടെ മുമ്പിലേക്ക് വിളിച്ചറിയാൻ ഈ തലമുറയിൽ ഇങ്ങനെയുള്ള രക്തത്തോടുള്ള ഞങ്ങൾ സമ്മതിക്കില്ല. ചെലക്കല്ലടാ ഉത്തര ചെക്ക, നിന്റെ ജന്മോദ്ദേശം തന്നെ ബ്രാഹ്മൺ സേവയ്ക്കുള്ളതാണെന്നുള്ള കാര്യം മറക്കരുത്. ശരി, സമ്മതിക്കുന്നു. ഞാൻ ചുറ്റൻ തന്നെ. നിങ്ങൾക്ക് പാദസേവ നടത്താൻ എന്നും നിങ്ങളുടെ അടിമകളായിട്ട് നിലനിർത്താൻ ചതുർവർണ്ണയത്തിന്റെ പേരിൽ നിങ്ങൾ ഉണ്ടാക്കിയ നിയമങ്ങൾ അനുസരിക്കേണ്ടി വന്നൊരു സമൂഹം. പക്ഷെ താങ്കളോ ബ്രാഹ്മണ്യത്തിന്റെ അർത്ഥം അനുസരിച്ചാണോ താങ്കൾ ജീവിക്കുന്നത്? നീ എന്നെ ബ്രാഹ്മണത്തെ കുറിച്ച് പഠിപ്പിക്കുകയാണോ? താങ്കൾ മനസ്സിലാക്കണം, ബ്രഹ്മസ്യ ജ്ഞാന തേജസ്യ എന്നാണ്. ബ്രഹ്മം ജ്ഞാനമാണ്, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കേണ്ടതാണ്. നിങ്ങൾ ചെയ്തതോ നിങ്ങൾ നേടിയ ഉന്നതമായ അറിവുകളും വൈദികതയും നിങ്ങൾ സ്വന്തം സമുദായക്കാർക്കല്ലാതെ വേറെ ഏതെങ്കിലും കീഴ് സമുദായക്കാർക്ക് പകർന്നു കൊടുത്തിട്ടുണ്ടോ? ഒരു ബ്രാഹ്മണൻ ഒരു യഥാർത്ഥ ബ്രാഹ്മണനാവുന്നത് അവർ നേടിയ അറിവുകൾ ജാതി മത ഭേദമന്യേ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ്. നിർത്തണ നിന്റെ വായ്മൊഴി മതി, നിന്റെ നിഷേധം. പല തവണയായിട്ട് നീ ഞങ്ങളുടെ വഴിക്ക് തടസ്സമായിട്ട് വന്നിട്ടുണ്ട്. വെളിയമ്പാടത്തെ കൃഷി തടസ്സപ്പെടുത്തിയതും എനിക്കെതിരെ എന്റെ പാടത്ത് ജോലി ചെയ്തെടുത്ത് ഇരിക്കുന്നതും എല്ലാം ഞാൻ അറിയുന്നതാണ്. എന്റെ ഭൃത്യന്റെ മകനാണ് നീ എന്നുള്ള ഒരു പരിഗണന വെച്ച് മാത്രമാണ് നിന്നെ ഞാൻ വെറുതെ വിടുന്നത്. അവൻ എന്തെങ്കിലും അവിവേകം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിക്കണം. എനിക്ക് വേണ്ടി അച്ഛൻ ആരുടെയും കാൽ പിടിക്കേണ്ട ആവശ്യമില്ല. ഈ ഉണ്ണി ജീവികളുണ്ടെങ്കിൽ എന്റെ പെങ്ങളെ സംബന്ധം ചെയ്യാമെന്നുള്ള മോഹമോ അതുവഴി എന്ന കർഷകരെ ചൂഷണം ചെയ്യാമെന്നുള്ള താങ്കളുടെ ആഗ്രഹം നടക്കില്ല. ഇത് ഞാൻ സമ്മതിക്കില്ല. എന്നാ നമുക്ക് കാണാം, ഇതിന് നീ അനുഭവിക്കും. നീ എന്തൊക്കെയാണ് മോനെ തിരുമേനോട് പറഞ്ഞത്? അയാൾ ദുഷ്ടനാണ്, എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ്. അച്ഛാ, ഇങ്ങനെ അടിമകളായി എത്ര നാൾ കഴിയണം അച്ഛാ? ചേട്ടാ, ചേട്ടൻ എനിക്ക് വേണ്ടി അവരുടെ അടുത്ത് വഴക്കിനും പോകണ്ട. ചേട്ടനോ അച്ഛനോ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ജീവിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ഇത് സമ്മതിക്കാൻ പോവുകയാണോ? ഇല്ല മോളെ, എന്റെ പെങ്ങളുടെ കല്യാണം എന്നുള്ളത് എന്റെ ഒരു സ്വപ്നമാണ്. അത് ഇങ്ങനെയൊന്നുമല്ല മറക്കേണ്ടത്. എന്റെ പെങ്ങൾ വിഷമിക്കണ്ട. നിന്റെ ഒരു കിളവനെ കൊണ്ട് മംഗല്യം ചെയ്യിക്കാൻ ഞാൻ സമ്മതിക്കില്ല. മോൾ കരയണ്ട, മോൾ അകത്തേക്ക് പോകൂ. മോനെ ഉണ്ണി, ആ തിരുമേനി ചതിച്ചു. ഞാൻ ഇത്രയും നാൾ അധ്വാനിച്ച് കൃഷി ചെയ്ത സ്ഥലത്ത് വിളവെടുക്കാൻ പോകുമ്പോൾ അവരുടെ ആൾക്കാർ സ്ഥലം കയ്യേറി വിളവെടുക്കുന്നു. ചോദിച്ചപ്പോൾ പറയുകയാണ്, ശൂദ്രർക്ക് സ്ഥലം നോക്കുവാൻ മാത്രമേ പറ്റത്തുള്ളൂ, സ്ഥലത്തിന് അവകാശമൊന്നും ഇല്ലെന്ന്. എന്റെ ഇത്രയും നാളത്തെ അധ്വാനത്തിന് ഒരു വിലയും ഇല്ലാതായല്ലോ. നീ പറഞ്ഞതാണ് ശരി, നമ്മളെ ഒക്കെ നശിപ്പിച്ചേ ഇവരടങ്ങും. അമ്മാവ, ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. നമുക്ക് അവർക്ക് അറിയാം. അമ്മാവ് കൃഷി സ്ഥലത്തേക്ക് പോകൂ. ഞാൻ എന്റെ കൂട്ടുകാരുമായി അങ്ങോട്ടേക്ക് വന്നേക്കാം.
അമ്മയെ അമ്മാവിന്റെ കൃഷിസ്ഥലം കയ്യേറാൻ വന്ന തിരുമേനിയുടെ ആളുകളെ ഞങ്ങൾ ഓടിച്ചു വിട്ടു. അവർ ആ ഭാഗത്തേക്ക് വരുമെന്ന് തോന്നുന്നില്ല. അതുപോലെയാണ് ഞങ്ങൾ കൈകാര്യം ചെയ്തു വിട്ടത്. എന്തായാലും അമ്മാവിന് സ്വസ്ഥമായി വിളവെടുപ്പ് നടത്താം. എന്താ അത് തന്നെ. എന്നാൽ ഉണ്ണി, ഞങ്ങൾ തിരിക്കട്ടെ. ശരി, അങ്ങനെ ആവട്ടെ. ഉണ്ണി, ഉണ്ണി, ഒരാൾ ഉണ്ണിയെ പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട്. ഒന്ന് പുറത്തേക്ക് വരാമോ? അതിനെന്താ, വരാമല്ലോ. ശുദ്ധന്മാർ നമ്പൂതിരിമാർക്കെതിരെ തകർക്കാൻ തുടങ്ങിയില്ലേ? നീ സൂര്യകുമാരൻ അവരെ കൈവിട്ടേ. അയ്യോ അയ്യോ അയ്യോ, എന്താണ് ശബ്ദം? അയ്യോ മോനെ, എന്തു മോനെ? ഇത് സമുദായത്തിന് വേണ്ടിയുള്ള അവസാന രക്തസാക്ഷിയാണ്. ഈ വീടുന്ന ഓരോ തുള്ളി ചോരയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുന്ന ആയിരക്കണക്കിന് ഭടന്മാരാണ്. അവർ സമുദായത്തിന്റെ മോചനത്തിനായി പോരാടി സമുദായത്തെ രാജ്യത്തിന്റെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ എത്തിച്ചു. അവരുടെ സ്മൃതികൾക്ക് മുമ്പിൽ അർപ്പിക്കാം നമുക്ക് 1000 മാതരാജ്ഞികൾ.